ചക്കക്കുരു ഷേക്കിനും പ്ലാവില തോരനും ശേഷം ഇനി ആര് എന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾക്കൊരു മറുപടിയുമായി ഏറ്റവും പുതിയ ജ്യൂസ് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ട്രെൻഡിങ് ജ്യൂസ് തന്നെയാണ് നമ്മളും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെയുള്ള ട്രെൻഡിങ് വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാവിലയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാവില കാണുമ്പോൾ ഇനി പശുവിനും ആടിനും ഒന്നും കൊടുക്കത്തില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ഒരു വട്ടമെങ്കിലും ഈ ജ്യൂസൊന്നും നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു നോക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് മാവില. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ 3 മാവില എടുത്തിട്ടുണ്ട്. അപ്പോൾ തളിരിലയോ നല്ല മൂത്ത ഇലയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ അധികം തളിരുമല്ല അധികം മൂത്തതും അല്ലാത്തൊരു 3 ഇലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇലയുടെ ടേസ്റ്റ് അത്ര കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ 2 ഇല എടുത്താലും മതി. അപ്പോൾ 3 ഇല എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് വെള്ളം ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. ആ ഇലയുടെയൊക്കെ നാര് നന്നായിട്ടുണ്ടാവും. അപ്പം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ആ ചാറ് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോർമലായിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്ത് ഒരു പകുതി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് മധുരവും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാവില ജ്യൂസ് റെഡിയാണ്. പക്ഷേ ഞാൻ കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കുലുക്കി സർബത്തിനോട് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതും ഒരു കുലുക്കി സർബത്തിൻ്റെ ഫോമിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുലുക്കാനുള്ള ബോട്ടിലേക്ക് ഞാൻ മാവിലയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കണം. കസ്കസ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3 വെറൈറ്റി ഫ്ലേവറിൽ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ മറക്കാതെ കാണണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ നാരങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ ഉണ്ടാക്കുന്നതായാലും വെറും പ്ലെയിൻ നാരങ്ങ വെള്ളം ആയാലും അത് ഇതുപോലെ കുലുക്കി സർബത്തായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആവശ്യത്തിന് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് സെർവിങ് ഗ്ലാസ്സിൽ ഇടുന്നുണ്ട്. പിന്നെ ചെറിയ 2 നാരങ്ങയുടെ പീസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തൊലിയോട് കൂടിയുള്ള പീസ്. അതൊരു പ്രത്യേക ഫ്ലേവറാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് കുലുക്കിയാൽ മതി. നല്ലതുപോലെ കുലുക്കി ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി ഐസ് ക്യൂബ്സും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട ശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. വാവ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കളർഫുൾ മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതേപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.